നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് എറണാകുളം ജില്ല. ഇക്കുറി ചില വിട്ടുവീഴ്ചകൾ നടത്തിയും ചില സീറ്റുകൾ ഏറ്റെടുത്തും കോൺഗ്രസ് ജില്ലയിൽ തങ്ങളുടെ അപ്രമാദിത്വം അരക്കിട്ടുറപ്പിക്കുമെന്ന് പറയാൻ സാധിക്കും. ഇതിൽ മുസ്ലിം ലീഗുമായി കൊച്ചി നിയമസഭാ മണ്ഡലം വെച്ച് മാറാനുള്ള സാധ്യതകളാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. എന്നാൽ അത്തരം നീക്കുപോക്കുകൾ പാതി വഴിയിൽ നിൽക്കുമ്പോൾ കൊച്ചിയിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇക്കുറി കൊച്ചിയിൽ ആര് ജനവിധി തേടുമെന്നാണ് അറിയാനുള്ളത്. മേയർ പദവി കൈവിട്ടുപോയ ദീപ്തി മേരി വർഗീസ് ലക്ഷ്യം വെക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊച്ചി. തൃക്കാക്കരയിൽ ദീപ്തി ജനവിധി തേടുമെന്ന റിപ്പോർട്ടുകൾ ആദ്യം വന്നിരുന്നു. എന്നാൽ തൃക്കാക്കരയിലെ ഏതെങ്കിലും നേതാവ് മത്സരിക്കട്ടെ, ദീപ്തിയെ അടുപ്പിക്കില്ലെന്ന നിലപാടിലാണ് അവിടെ കോൺഗ്രസ്. ഈ ഘട്ടത്തിലാണ് കൊച്ചിയിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ ദീപ്തി തേടുന്നത്. കെ ബാബു വച്ചൊഴിഞ്ഞ തൃപ്പൂണിത്തുറയും ലക്ഷ്യത്തിലുണ്ടെങ്കിലും കൂടുതൽ താല്പര്യം കൊച്ചിയിൽ നിൽക്കുക എന്നത് തന്നെയാണ്. UDF തരംഗം ആഞ്ഞടിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കൊച്ചി പിടിക്കാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. നിലവിൽ കൊച്ചി LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ഡൊമിനിക് പ്രസന്റേഷനെ ശക്തമായ പോരാട്ടത്തിലൂടെ പരാജയപ്പെടുത്തിയാണ് 2016 KJ മാക്സി കൊച്ചി മണ്ഡലം പിടിച്ചെടുത്തത്. അന്ന് ഡൊമിനിക് പ്രസന്റേഷൻ 46,881 വോട്ട് നേടിയപ്പോൾ KJ മാക്സി 47,967 വോട്ടുകൾ നേടി വിജയിക്കുകയായിരുന്നു. 1086 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ജയിച്ചതെങ്കിൽ 2021 14,079 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വ്യക്തമായ ആധിപത്യത്തോടെയാണ് KJ മാക്സി വിജയം ആവർത്തിച്ചത്. കഴിഞ്ഞ തവണ മുൻ മേയറായ ടോണി ചമ്മണിയെ UDF രംഗത്തിറക്കിയെങ്കിലും 31.51% വോട്ട് മാത്രമാണ് നേടാനായത്. അതേസമയം ഇടതുമുന്നണി 42.45% വോട്ട് നേടി നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. 2016 12.27% വോട്ട് നേടി 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP 2021 8.54% വോട്ട് നേടി 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15.29% വോട്ട് നേടി 2020 ആയിരുന്നു 3-ാം സ്ഥാനത്തെത്തിയത്. ഇത്തവണ 2020 BJP മുന്നണിയുടെ ഭാഗമായതോടെ കൊച്ചിയിൽ ഇത്തവണ ത്രികോണ പോരിനാണ് കളം ഒരുങ്ങുന്നത്. ഈ സഖ്യം തങ്ങൾക്ക് നേട്ടമാകുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. പൈതൃക കേന്ദ്രങ്ങളായ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഉൾപ്പെടുന്ന കൊച്ചി മണ്ഡലത്തിൽ 10 വർഷമായി ഇടതുമുന്നണിയാണ് ആധിപത്യം പുലർത്തുന്നത്. KJ മാക്സി എന്ന ജനകീയനായ MLAയുടെ സ്വാധീനമാണ് കോൺഗ്രസ് ശക്തി കേന്ദ്രമായിരുന്ന ഇവിടെ ഇടതുപക്ഷത്തിന് വിജയമൊരുക്കുന്നത്. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ KJ മാക്സിയല്ലാതെ മറ്റൊരു പേരിലേക്ക് ഇടതുമുന്നണി പോകാൻ സാധ്യതയില്ല. മണ്ഡലത്തിൽ ഇരുമുന്നണികൾക്കും എളുപ്പത്തിൽ വിജയിച്ചു കയറാൻ കഴിയുന്ന സാഹചര്യമില്ലെന്നതാണ് വസ്തുത. 3-ാം തവണയും കൊച്ചി നിലനിർത്താൻ ഇടതുമുന്നണിയും തിരിച്ചുപിടിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയും കച്ചകെട്ടിയിറങ്ങുന്നതോടെ പോരാട്ടത്തിന് വാശിയേറുമെന്ന് ഉറപ്പാണ്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന കളമശ്ശേരിയും കോൺഗ്രസ് മത്സരിക്കുന്ന കൊച്ചിയും പരസ്പരം വെച്ചുമാറുന്നതിനെക്കുറിച്ചും മുന്നണിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കൊച്ചിയിൽ കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഇക്കുറി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതകൾ ആദ്യഘട്ടത്തിൽ ആലോചനയിലുണ്ടായിരുന്നു. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും അവസാന നിമിഷത്തിൽ ഒഴിവാക്കപ്പെടുകയും ചെയ്തതിന്റെ പരിഭവത്തിലാണ് നിലവിൽ ദീപ്തിയുള്ളത്. കൊച്ചി സീറ്റ് നൽകി ഈ പ്രശ്നം പരിഹരിക്കാനാണ് സാധ്യത. അതേസമയം മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ളവർ കൊച്ചി സീറ്റിനായി പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ്. 1957 ആദ്യ തെരഞ്ഞെടുപ്പിൽ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിലെ KK വിശ്വനാഥനായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടത്. മട്ടാഞ്ചേരിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു KJ ഹർഷൽ. കോൺഗ്രസ്, SSP, ജനതാ പാർട്ടി എന്നിങ്ങനെ വിവിധ പാർട്ടികളിലും സ്വതന്ത്രനായി അദ്ദേഹം 5 തവണ ഇവിടെ നിയമസഭയിലെത്തിയിട്ടുണ്ട്. 1960 മുതൽ 1977 വരെയായിരുന്നു അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നത്. 1980-കൾക്ക് ശേഷം മുസ്ലിം ലീഗ് പ്രതിനിധികളെയാണ് മട്ടാഞ്ചേരി സഭയിലേക്ക് അയച്ചത്. ഈയടുത്ത് അന്തരിച്ച VK ഇബ്രാഹിം കുഞ്ഞായിരുന്നു മട്ടാഞ്ചേരി മണ്ഡലത്തിന്റെ അവസാനത്തെ നിയമസഭാ സാമാജികൻ. 2011 കൊച്ചി മണ്ഡലം രൂപീകരിച്ചപ്പോൾ ആദ്യ MLA കോൺഗ്രസിലെ ഡൊമിനിക് പ്രസന്റേഷനായിരുന്നു. പിന്നീടാണ് മാക്സിയിലൂടെ മണ്ഡലം LDFൽ എത്തി നിൽക്കുന്നത്.